നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്ന പ്രതിപാദിക്കുന്ന നാളത്തെ ദിനം 2026 ജൂലൈ മാസം 2-ാം തീയതി, അതായത് 1201 മിഥുന മാസം 18-ാം തീയതി. നാളത്തെ ദിനം വ്യാഴാഴ്ചയാകുന്നു, ഗുരുവാരമാകുന്നു. നാളത്തെ സൂര്യോദയം തൃശ്ശൂർ കാലത്ത് 6:10, അസ്തമയം വൈകിട്ട് 6:47. രാഹുകാലം നിങ്ങൾക്കറിയാം, വ്യാഴാഴ്ചകളിലെ രാഹുകാലം 1:30 മുതൽ 3 മണി വരെയുള്ള ഉച്ച സമയമാണ്. ആ 1.5 മണിക്കൂർ ദൈർഘ്യസമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ ചെയ്യാറില്ല. ദോഷമാണ് രാഹുകാലം, അപ്രകാരം ഗുളിക കാലവും. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ്, കാലത്ത് 9:45 വരെ. അത് കഴിഞ്ഞാൽ പിന്നെ കറുത്തപക്ഷത്തിലേതു തന്നെ തൃതീയ തിഥി. കറുത്തപക്ഷം 5-ാം തീയതി വരെ ചന്ദ്രൻ പ്രായണ ബലവാനാകുന്നു. നാളത്തെ നക്ഷത്രം കാലത്ത് 9:30 വരെ ഉത്രാടം നക്ഷത്രവും 9:30 ശേഷം തിരുവോണം നക്ഷത്രവുമാകുന്നു. നാളെ സവിശേഷമായൊരു പ്രത്യേകത എന്താണ്? വ്യാഴാഴ്ചയാണ്, മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്, തിരുവോണം നക്ഷത്രമാണ് 9:30 മുതൽ. അപ്രകാരം വ്യാഴാഴ്ച മഹാവിഷ്ണുവിനെ പ്രതിനിധാനം ചെയ്യുന്ന ദിനവുമാകുന്നു. അതിനാൽ നാളെ കാലത്ത് 9:30 വരെ ശിവക്ഷേത്രത്തിൽ കൂവളമാല ജലധാര, ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. അതിനുശേഷം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടായി കാലത്ത് തന്നെ സമർപ്പിച്ച് എല്ലാം ചെയ്യാവുന്നതാണ്. നന്നായി നാരായണ കവചവും അപ്രകാരം തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കാം. തിരുവോണം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്, തിരുവാതിര പരമശിവൻ്റെ നക്ഷത്രവുമാകുന്നു. പക്ഷേ നക്ഷത്രങ്ങൾ പരസ്പരം ഷഷ്ടാഷ്ടമങ്ങളാണ്. വിവാഹ വിഷയത്തിൽ ഒരിക്കലും തിരുവാതിരയും തിരുവോണവും യോജിപ്പിക്കാറില്ല, കാരണം അത് വേദ നക്ഷത്രങ്ങളെന്നറിയുക. നാളത്തെ പ്രാർത്ഥനകൾ നാം പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ശുഭമുഹൂർത്തം ശ്രദ്ധിക്കാം. നാളെ 11:25 മുതൽ 12:10 വരെയുള്ള സമയം, കാലത്ത് 11:25 മുതൽ 12:10 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ അനുകൂലമായ സമയമാണെന്ന് അറിയുക. അതിനാൽ നല്ല ദിനം, നല്ല നക്ഷത്രം എല്ലാം വളരെ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. നാളെ കാലത്ത് 9:30 വരെയുള്ള ഉത്രാടം നക്ഷത്രം വളരെ നല്ല നക്ഷത്രമാണ്. അത് ഉത്തരത്രയത്തിൽ പെടുന്നു. 9 നക്ഷത്രങ്ങളുണ്ട് ഉത്തരത്രയത്തിൽ, അതിൽപ്പെടുന്ന നക്ഷത്രമാണ് ഉത്രാടം. ഉത്രമത്തം ചിത്ര, ഉത്രാടം തിരുവോണം അവിട്ടം, അപ്രകാരം ഉത്രട്ടാതി രേവതി അശ്വതി ശുഭനക്ഷത്രങ്ങളാണ്. തിഥിയും വലിയ ദോഷമില്ല. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.